വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ കുത്തനെ ഉയരുന്നു. മരണസംഖ്യ രാജ്യത്തെ തന്നെ നടുക്കുന്ന വിധത്തിലാകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. മരണസംഖ്യ 177 ഉയർന്നിട്ടുണ്ട്. മരിച്ചവരിൽ 75 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ 91 പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 32 മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു. 123 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി സന്നദ്ധ സേവകരും സംഘടനകളും ഒപ്പമുണ്ടാകും. 225 പേരെ കാണാനില്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാണാതായവരെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ഔദ്യോഗിക അറിയിപ്പാണിത്. അതേസമയം മലപ്പുറത്ത് നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിലെത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പരിക്കേറ്റ 195 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ 190 പേർ വയനാട്ടിലും 5 പേർ മലപ്പുറത്തുമായിരുന്നു. വയനാട്ടിലെത്തിയ 190 പേരിൽ 133 പേർ വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 28 പേർ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 24 പേർ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും 5 പേർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും എത്തി. നിലവിൽ 97 പേർ വയനാട്, മലപ്പുറം ജില്ലകളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ 92 പേരും വയനാട്ടിലാണ്. മുണ്ടക്കൈയിൽ നിന്ന് 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മുണ്ടക്കൈ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അലിയുടെ മൃതദേഹവും കണ്ടെടുത്തവയിൽ പെടുന്നു. മുണ്ടക്കൈയിൽ നിന്ന് മാത്രം ഇതുവരെ 91 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പോത്തുകല്ലിൽ നിന്ന് ഇതുവരെ 67 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽ പെടാത്തവർക്കായി മുണ്ടക്കൈയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യൽ ഏറെ ദുഷ്കരമാണ്. ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിൽ കനത്ത നാശമാണ് വിതച്ചത്. മുണ്ടക്കൈ ഗ്രാമത്തെ അപ്പാടെ ഉരുൾ വിഴുങ്ങുകയായിരുന്നു. മുണ്ടക്കൈയിൽ 540ഓളം വീടുകളുണ്ടായിരുന്നു. ഇതിൽ 30 വീടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം കെ ബാബു പറയുന്നു. കുട്ടികളടക്കം 5ഉം 6ഉം മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടുവെന്ന് ബാബു കൂട്ടിച്ചേർത്തു. ജീവന്റെ കണികയുണ്ടായിരുന്നവരെ പോലും മാറ്റിയിട്ടുണ്ട്. മൃതശരീരങ്ങൾ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ബാബു പറയുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കുട്ടികളെ കൂടാതെ 860 പേർ മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്നതായാണ് ഏകദേശ കണക്ക്. അതിഥി തൊഴിലാളികളും ടൂറിസ്റ്റുകളും ഇതുകൂടാതെ ഉണ്ടാകും. കുടുങ്ങിക്കിടന്ന 200ഓളം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്നും ബാബു വ്യക്തമാക്കി. ആദ്യത്തെ ഉരുൾ പൊട്ടിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ രണ്ടാമത്തെ ഉരുളിൽ മറഞ്ഞുവെന്ന് ചൂരൽമല സ്വദേശി ബേബി പറയുന്നു. ദുരന്ത സ്ഥലത്ത് 218 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3069 പേരാണ് കഴിയുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഞെട്ടൽ മാറാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ് രക്ഷപ്പെട്ടവർ. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ട്രക്കുകൾ എത്തിക്കും. ചെളിയിൽ പൊതഞ്ഞു പോയവരെ കണ്ടെത്താൻ ഡൽഹിയിൽ നിന്നും സ്നിഫർ ഡോഗുകളെയും എത്തിക്കും. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും 60 സംഘം രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് കര നാവികസേനകൾ തിരച്ചിൽ നടത്തുന്നത്.